നമസ്കാരം. ഡീനോ ഡെന്നിസ് സംവിധാനം ചെയ്ത് ഇന്ന് തിയേറ്ററിലെത്തിയ ബസൂക്കയെ പറ്റിയാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. പടം ഇപ്പൊ കണ്ടിട്ട് വന്നേ ഉള്ളൂ. സിനിമ എനിക്ക് മൊത്തത്തിലൊരു ആവറേജ് സിനിമയായിട്ട് മാത്രമേ ഫീൽ ചെയ്തിട്ടുള്ളൂ. വലിയ രീതിയിലുള്ള ഈ ഗ്രൗണ്ട് ബ്രേക്കിംഗ് ആയിട്ടുള്ള സ്റ്റോറിയോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത പടമാണെങ്കിൽ പോലും ചില സമയത്തുള്ള എക്സിക്യൂഷനൊക്കെ വളരെ കിടുവായിരുന്നു. ഇതിന്റെ സ്റ്റോറി എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ഒരുപാട് കണ്ടിട്ടുള്ള ഒരു തരം സ്റ്റോറിയാണ്. പക്ഷെ അതിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് ഗെയിമിംഗ് ആണ്. അപ്പൊ അത് ഒരു ഡിഫറെന്റ് അപ്രോച്ചാണ് ഇൻ മലയാളം. ഒരു പുതുമുഖ സംവിധായകനായതുകൊണ്ട് തന്നെ ഇതിനകത്ത് കുറേയധികം ഫ്ലോസ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് സിനിമയുടെ ബിഗിനിങ്ങില് കുറെ സംഭവങ്ങൾ നടക്കുന്നു, പക്ഷെ ഒന്നും അങ്ങോട്ട് കണക്ട് ആവുന്നില്ല. ഇത്തരത്തിലുള്ള കണക്ഷൻ ഇല്ലായ്മ ഫീൽ ചെയ്യുമ്പോൾ പോലും സിനിമ ഒരു രീതിയിലും മടുപ്പിക്കുന്നതോ വലിച്ചു നീട്ടുന്നതായിട്ട് തോന്നിയിട്ടില്ല. ഇതില് ഗൗതം വാസുദേവമേനോന്റെ ക്യാരക്ടറൈസേഷൻ വളരെ മികച്ചതായിട്ട് തോന്നിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഓവറോൾ ആ ഒരു അപ്പിയറൻസും പിന്നെ അദ്ദേഹം സംസാരിക്കുന്ന രീതിയായി കഴിഞ്ഞാൽ എല്ലാം തന്നെ ആ ഒരു കറക്റ്റ്